നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒറ്റച്ചാട്ടത്തിന് ബി.ജെ.പിയിൽ എത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ആ ചാട്ടമാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ കണ്ടതെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ മുഴുവൻ പേരും കൂറുമാറി ബി.ജെ.പി പാളയത്തിലെത്തി ഭരണം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. എന്നാൽ ആ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ പിണറായിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് മറ്റത്തൂരിൽ നിന്ന് ചില ട്വിസ്റ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രി തക്കം പാർത്തിരുന്നു കൊണ്ടായിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും ബി.ജെ.പിയുമായിട്ടാണ് ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന വലിയ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി മനഃപൂർവ്വമായി കളവ് പറയുകയാണെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. മറ്റത്തൂരിൽ നടന്നത് അവിശുദ്ധ കൂട്ടുകെട്ടല്ല എന്നും മറിച്ച് CPMന്റെ കുതിര കച്ചവടം തടയാനുള്ള ജനാധിപത്യപരമായ നീക്കമാണെന്നും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. മറ്റത്തൂരിൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച ടെസി പ്രസിഡന്റായി. ഭരണ തുടർച്ചയ്ക്കായി CPM നീക്കം നടത്തിയെങ്കിലും ഭൂരിപക്ഷമില്ലാത്തതിനാൽ അത് പരാജയപ്പെട്ടു. മറിച്ച് ഒരു പൊതു സമ്മതയായ സ്വതന്ത്രയെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും പ്രാദേശിക നേതാക്കൾ പറയുന്നു. 24 സീറ്റുകളുള്ള പഞ്ചായത്തിൽ കേവലം 10 സീറ്റുകൾ മാത്രമാണ് CPMനുള്ളത്. എന്നിട്ടും ഭരണം പിടിക്കാൻ കോൺഗ്രസിന്റെ മുൻ വാർഡ് മെമ്പർ കൂടിയായ വിമതനെ വിലക്കെടുത്ത് ഭൂരിപക്ഷം ഒപ്പിക്കാനാണ് CPM ശ്രമിച്ചത്. CPMന്റെ ഈ അധാർമികമായ വിലക്കെടുക്കൽ നീക്കം തടയുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. തങ്ങൾക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഒരു സ്വതന്ത്ര പ്രസിഡന്റ് ആകട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. സ്വന്തം പക്ഷത്താണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതെങ്കിൽ അതിനെ അസാധാരണ രാഷ്ട്രീയ തന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നവർ പ്രതിപക്ഷം അത് ചെയ്യുമ്പോൾ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് വിളിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്നും വിമർശനം വരുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൂറുമാറ്റ വിവാദത്തിൽ DCC അധ്യക്ഷൻ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറിയും പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങളും ആരോപിച്ചു. കോൺഗ്രസ് അംഗത്തെ വിലക്കെടുക്കാൻ CPM ഗൂഢതന്ത്രം പ്രയോഗിച്ചെന്നും CPMനോടുള്ള വൈരാഗ്യം കൊണ്ടാണ് BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതെന്നും DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോഴായിരുന്നു അദ്ദേഹം ഇതെല്ലാം വെട്ടിത്തുറന്നു പറഞ്ഞത്. കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നില്ല എന്ന് TM ചന്ദ്രൻ പറഞ്ഞു. DCC ചിഹ്നത്തിൽ മത്സരിച്ച 3 സ്ഥാനാർത്ഥികളും BJPക്ക് വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു. BJP പിന്തുണയിൽ മത്സരിച്ച ശേഷം കോൺഗ്രസ് നേതൃത്വം തങ്ങളോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KR ഔസേപ്പ് എന്ന കോൺഗ്രസ് അംഗത്തെ CPM വിലക്കെടുക്കുകയായിരുന്നു. കൗൺസിൽ ഹാളിലെത്തും വരെ ഔസേപ്പ് നിലപാട് മാറ്റുമെന്ന് തങ്ങൾക്കറിയില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ടെസി കല്ലറക്കലിനെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത്. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ BJPയിൽ ചേർന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. മറ്റത്തൂരിൽ നടന്നത് രാഷ്ട്രീയമായ തന്ത്രമാണെന്നും അവിടെ ഒരു കോൺഗ്രസുകാരൻ പോലും BJPയിൽ പോയിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മറ്റത്തൂരിൽ സ്വതന്ത്രരായി വിജയിച്ച 2 കോൺഗ്രസ് വിമതരാണുള്ളത്. ഇതിൽ ഒരു വിമതനെ വശത്താക്കി പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാനാണ് CPM ശ്രമിച്ചത്. ഭരണം പിടിക്കാൻ എന്ത് അധാർമികതയും കാണിക്കുന്ന CPMന്റെ തനിനിറമാണ് ഇവിടെ പുറത്തായത്. CPMന്റെ ഈ നീക്കം മുൻകൂട്ടി കണ്ട കോൺഗ്രസ് അംഗങ്ങൾ മറ്റൊരു വിമതനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പാർട്ടി തീരുമാനത്തിൽ വിരുദ്ധമായി പ്രവർത്തിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെങ്കിലും അവരാരും BJPയിൽ ചേർന്നിട്ടില്ല. കോൺഗ്രസുകാർ BJPയിലേക്ക് പോകണമെന്നാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. BJPയെ കേരളത്തിൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പിണറായി വിജയനാണ്. മോദിയും അമിത്ഷായും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും തയ്യാറായി നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്ന് സതീശൻ പരിഹസിച്ചു. ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ CPM നടത്തിയ കുതിര കച്ചവടം പാളിയതിന്റെ നിരാശയാണ് മുഖ്യമന്ത്രി തീർക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. മറ്റത്തൂരിൽ നടന്നത് BJP ബാന്ധവമല്ലെന്നും CPM ഭരണ തുടർച്ച തടയാനുള്ള പ്രാദേശികമായ നീക്കമാണെന്നും കോൺഗ്രസ് ആവർത്തിച്ചു പറയുന്നു. എന്നാൽ ഇത് BJPയും കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണെന്ന് CPMും പിണറായി വിജയനും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്ലിഫ് ഹൗസിന്റെ അടുക്കള വരെ മാരാർജി ഭവനായി പ്രവർത്തിപ്പിക്കുന്ന പിണറായിക്ക് ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണ് എന്നുള്ള വിമർശനമാണ് കോൺഗ്രസുകാർ ഉയർത്തുന്നത്. എന്തായാലും മറ്റത്തൂരിൽ വലിയൊരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. അവിടെ വലിയ തകർച്ചയാണ് CPM നേരിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.